കാണാതായ MH370 വിമാനത്തിനായുള്ള തെരച്ചിൽ മലേഷ്യ പുനരാരംഭിക്കുന്നു. 2014 മാർച്ച് 8 കോലാലംപൂർ എയർപോർട്ടിൽ നിന്നും ബീജിംഗിലേക്ക് പറന്നുയർന്ന വിമാനമാണ് MH370. പറന്നുയർന്ന ഒരു മണിക്കൂറിന് ശേഷം വിമാനവുമായുള്ള എല്ലാ ആശയവിനിമയ ബന്ധങ്ങളും തടസ്സപ്പെടുകയും വിമാനം അപ്രത്യക്ഷമാവുകയുമായിരുന്നു. 239 പേരുമായാണ് മലേഷ്യൻ എയർലൈൻസിന്റെ വിമാനം ആകാശത്തു നിന്നും അപ്രത്യക്ഷമായത്. ഏറെ ദുരൂഹതകൾ നിറഞ്ഞ തിരോധാനം. കാണാതായ വിമാനത്തിനായി ലോകത്തിലെ ഏറ്റവും വലുതും ചെലവേറിയതുമായ തിരച്ചിലാണ് പിന്നീട് നടന്നത്. വിവിധ ലോകരാജ്യങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളും തെരച്ചിൽ ഏറ്റെടുത്തു. പക്ഷേ തിരച്ചിലുകളെല്ലാം വിഫലം. 10 വർഷങ്ങൾക്ക് ശേഷമാണ് MH370 വിമാനത്തിനായുള്ള തിരച്ചിൽ മലേഷ്യ വീണ്ടും പുനരാരംഭിക്കുന്നത്. 2014 മാർച്ച് 8 മലേഷ്യൻ സമയം പുലർച്ചെ 12:41 കോലാലംപൂർ എയർപോർട്ടിൽ നിന്നും ബീജിംഗിനെ ലക്ഷ്യമാക്കി MH370 വിമാനം പറന്നു പൊങ്ങിയത്. സഹരി അഹമ്മദ് ഷാ എന്ന പരിചയസമ്പന്നനായ പൈലറ്റായിരുന്നു കോക്പിറ്റിൽ. യാത്രക്കാരിൽ മഹാഭൂരിപക്ഷവും ചൈനീസ് പൗരന്മാരായിരുന്നു. ഇന്ത്യ, അമേരിക്ക, ഇന്തോനേഷ്യ, റഷ്യ, ഫ്രാൻസ്, ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിലെ പൗരന്മാരും വിമാനത്തിലുണ്ട്. 227 യാത്രക്കാരും 12 ക്രൂ മെമ്പർമാരും അടക്കം ആകെ ഉണ്ടായിരുന്നത് 239 മനുഷ്യർ. 53-കാരനായ പൈലറ്റ് സഹരി അഹമ്മദ് ഷായ്ക്ക് 30 വർഷത്തെ സേവന പരിചയം, 18,000 ഫ്ലൈയിങ് അവേഴ്സിന്റെ അനുഭവ സമ്പത്ത്. ഒപ്പമുണ്ടായിരുന്ന കോ പൈലറ്റ് ഫാരിഖ് അബ്ദുൽ ഹമീദിന് 7 വർഷത്തെ സർവീസും 2700 ഫ്ലൈയിങ് അവേഴ്സിന്റെ പരിചയവും. 6 മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രയ്ക്കായി 49 മെട്രിക് ടൺ ഏവിയേഷൻ ഓയിലും വിമാനത്തിലുണ്ടായിരുന്നു. അതായത് 7 മണിക്കൂറിൽ അധികം പറക്കാൻ വേണ്ട ഇന്ധനം. 1 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയപ്പോഴേക്കും വിമാനം മലേഷ്യൻ കോസ്റ്റ് ലൈൻ ക്രോസ് ചെയ്ത് സൗത്ത് ചൈന കടലിന് മുകളിലൂടെ വിയറ്റ്നാമിനെ ലക്ഷ്യമാക്കി പറക്കാൻ ആരംഭിച്ചു. ഈ സമയത്ത് ക്യാപ്റ്റൻ ലംബു റഡാറിന് മെസ്സേജ് നൽകി. മലേഷ്യൻ 370 മെയിൻറ്റെയിനിങ് ലെവൽ 350 എന്ന മെസ്സേജ്. തന്റെ ഫ്ലൈറ്റിന്റെ ക്രൂയിസിംഗ് ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ പറക്കുന്ന ഉയരം 35,000 അടി എന്നാണ് അദ്ദേഹം ഇതിലൂടെ വ്യക്തമാക്കിയത്. മലേഷ്യൻ സമയം 1 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയപ്പോഴേക്കും ഈ വിമാനം വിയറ്റ്നാം എയർ ട്രാഫിക് കൺട്രോളിന്റെ പരിധിയിലേക്ക് കടന്നിരുന്നു. അത് സൂചിപ്പിക്കാനായി ലംബു റഡാർ ഏരിയ സെൻട്രലിൽ നിന്നും MH370യിലേക്ക് ഒരു സന്ദേശം ചെല്ലുന്നു. അതിങ്ങനെയാണ്: മലേഷ്യൻ 370 കോണ്ടാക്ട് ഹോച്ച്മിൻ 120.9 ഗുഡ് നൈറ്റ്. ഇതായിരുന്നു MH370 വിമാനത്തിൽ നിന്നും പുറം ലോകത്തിന് കിട്ടിയ അവസാനത്തെ ട്രാൻസ്മിഷൻ. ഇതുവരെ ദിശയും വിവരങ്ങളും വളരെ കൃത്യമായി നോർമലായി നടക്കുന്നു. എന്നാൽ നിമിഷങ്ങൾ കടന്നുപോയി. ഹോച്ച്മിൻ റഡാർ റേഞ്ചിൽ വിമാനം എത്തിയിട്ടില്ല എന്നുള്ളത് വിയറ്റ്നാം അധികൃതർ ശ്രദ്ധിക്കുന്നു. അവർ അരമണിക്കൂറോളം വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫലം ലഭിക്കാതെ വന്നതോടെ ഉടനടി കോലാലംപൂർ എയർ ട്രാഫിക് കൺട്രോളിൽ അറിയിക്കുന്നു. പിറ്റേന്ന് 6:30 ബീജിംഗിൽ ലാൻഡ് ചെയ്യേണ്ടിയിരുന്ന വിമാനം എത്താത്തതിനെ തുടർന്ന് വിമാനം മിസ്സിംഗ് ആയി എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കപ്പെടുന്നു. സൗത്ത് ചൈന സീക്കും വിയറ്റ്നാമിനും ഇടയ്ക്ക് വെച്ചാണ് MH370 റഡാറിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികൃതർ തിരച്ചിൽ ഒക്കെയും കേന്ദ്രീകരിച്ചത് ഈ ഒരു സോണിൽ മാത്രമാണ്. എന്നാൽ ഒരറ്റവും കിട്ടാതെ അന്വേഷണം അങ്ങനെ നീണ്ടുപോകുന്നു. വിമാനം കാണാതായി 4 ദിവസങ്ങൾക്ക് ശേഷം, അതായത് 2014 മാർച്ച് 12 മലേഷ്യൻ സൈന്യത്തിന്റെ ഡിഫൻസ് റഡാറിൽ നിന്നും MH370 വിമാനം സ്പോട്ട് ചെയ്തു എന്നുള്ള വിവരം ലഭിക്കുന്നു. രാത്രി 2 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ഉള്ളപ്പോൾ ഡിഫൻസ് ഡാറ്റ പ്രകാരം വിമാനം അതുവരെ പോയിക്കൊണ്ടിരുന്ന ദിശയിൽ നിന്നും വ്യതിചലിച്ച് തിരികെ മലേഷ്യയ്ക്ക് കുറുകെ ചെന്ന് മലാക്ക കടലിടുക്കു കടന്ന് മലേഷ്യയ്ക്ക് പടിഞ്ഞാറ് വെച്ച്, അതായത് സുമാത്രയ്ക്ക് വടക്കു വെച്ച് ഡിഫൻസ് റഡാറിന്റെ പരിധി കടന്ന് പോയിരിക്കുന്നു. അത്ഭുതപ്പെടുത്തുന്ന തുമ്പ്. എന്തിനാ ഇത്തരത്തിലൊരു ദിശമാറ്റം? ആർക്കും ഉത്തരം ലഭിച്ചില്ല. ഇതൊരുപാട് ഊഹാപോഹങ്ങൾക്ക് ഇട നൽകി. ഹൈജാക്കിംഗ് ആവാം, ക്യാപ്റ്റൻ മനഃപൂർവ്വം സൃഷ്ടിച്ച സൂയിസൈഡ് അറ്റംപ്റ്റ് ആകാം. അങ്ങനെ നിരവധി നിഗമനങ്ങൾ ഉണ്ടായിട്ടും ഒന്നിനും വ്യക്തത വന്നില്ല എന്ന് മാത്രം. അടുത്ത തുമ്പ് ലഭിച്ചത് സ്പേസിൽ നിന്നുമാണ്. എല്ലാ വിമാനങ്ങളും അവരുടെ യാത്രക്കിടയിൽ 1 മണിക്കൂറിൽ ഒരിക്കൽ ഉപഗ്രഹങ്ങളെ ലക്ഷ്യമിട്ട് പുറപ്പെടുവിക്കുന്ന പതിവ് സിഗ്നലുകളുണ്ട്. അത്തരത്തിലൊരു സിഗ്നൽ MH370 ഇൻമാർക്സാറ്റ് ഉപഗ്രഹത്തിന് കൈമാറിയിരുന്നു. അതുമായി കൂടുതൽ വിശകലനം ചെയ്തപ്പോൾ നേരത്തെ വടക്കൻ സുമാത്ര പരിസരത്ത് വെച്ച് ഡിഫൻസ് റഡാറിന്റെ പരിധി താണ്ടി അപ്രത്യക്ഷമായിട്ടുള്ള വിമാനം അവിടെ നിന്നും വീണ്ടും തെക്കോട്ട് തിരിഞ്ഞ് ഓസ്ട്രേലിയൻ ദിശയിൽ 6 മണിക്കൂർ നേരം കൂടി മുന്നോട്ട് പോയിരിക്കുന്നു. ഇതുപ്രകാരം പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ തീരത്ത് തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എവിടെയെങ്കിലും വിമാനം തകർന്നിരിക്കാമെന്നാണ് സാറ്റലൈറ്റ് ഡാറ്റ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് വിമാനത്തെക്കുറിച്ച് വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചില്ല. 239 പേരുമായി മലേഷ്യൻ എയർലൈൻസിന്റെ വിമാനം ആകാശത്ത് നിന്നും അപ്രത്യക്ഷമായത് ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമയാന രഹസ്യങ്ങളിലൊന്നായി ഇന്നും തുടരുന്നു. കാണാതായ
വിമാനത്തിനായി ലോകത്തിലെ ഏറ്റവും വലുതും ചിലവേറിയതുമായ തിരച്ചിലാണ് പിന്നീട് നടന്നത്. വിവിധ രാജ്യങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളും തിരച്ചിലുകൾ ഏറ്റെടുത്ത് മുന്നോട്ടു പോയി. അപകടം നടന്ന് 1.25 വർഷത്തിന് ശേഷമാണ് മലേഷ്യൻ വിമാനത്തിന്റേതെന്ന് കരുതുന്ന അവശിഷ്ടം ആദ്യമായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കണ്ടെത്തിയത്. 2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തിയിലും 4.5 കിലോമീറ്റർ വരെ ആഴത്തിലും ആളില്ലാത്ത മുങ്ങിക്കപ്പലുകൾ ഉപയോഗിച്ചും അത്യാധുനിക ശാസ്ത്രീയ സംവിധാനങ്ങളുടെ സഹായത്തോടെയുമായിരുന്നു തിരച്ചിൽ. എന്നിട്ടും വിമാനത്തിന്റെ മുഖ്യഭാഗം കണ്ടെത്താനായിട്ടില്ല. വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്ന നിർണായക വിവരം നൽകാൻ കഴിയുന്ന ബ്ലാക്ക് ബോക്സ് എവിടെയെന്ന് ഇപ്പോഴും അറിയില്ല. അതെവിടെയോ മറഞ്ഞുകിടക്കുന്നു. വിമാനം കാണാതായ ദിവസം ഒരു വിമാനം ഉയർന്ന ശബ്ദത്തിൽ താഴ്ന്നു പറന്നതായി നാട്ടുകാർ പറഞ്ഞിരുന്നു. 2017 ജനുവരിയിൽ വിമാനം തകർന്നു വീണെന്ന് കരുതുന്ന സ്ഥലത്ത് നടത്തിയ തിരച്ചിൽ പരാജയപ്പെട്ടതോടെ ദൗത്യം അവസാനിപ്പിക്കുന്നതായി ഓസ്ട്രേലിയ, മലേഷ്യ, ചൈന എന്നിവർ പ്രഖ്യാപിച്ചു. പിന്നീട് 2018 വിമാനത്തിലുണ്ടായിരുന്നവരുടെ ബന്ധുക്കളുടെ സമ്മർദ്ദത്തെ തുടർന്ന് അമേരിക്കൻ സ്വകാര്യ കമ്പനിയായ ഓഷ്യൻ ഇൻഫിനിറ്റിയെ മലേഷ്യ തിരച്ചിൽ ദൗത്യം വീണ്ടും ഏൽപ്പിക്കുന്നു. 2018 മെയ്യിൽ ഓഷ്യൻ ഇൻഫിനിറ്റിയും പരാജയം സമ്മതിച്ച് തിരച്ചിൽ അവസാനിപ്പിക്കുന്നു. അതോടെ മലേഷ്യ വീണ്ടും തിരച്ചിൽ അവസാനിപ്പിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നു. അതിനൊക്കെ വിരാമമിട്ടുകൊണ്ടാണ് ഇപ്പോൾ കാണാതായ MH370 വിമാനത്തിനായുള്ള തിരച്ചിൽ മലേഷ്യ വീണ്ടും പുനരാരംഭിക്കുന്നു എന്ന വിവരം പുറത്തുവരുന്നത്. ഇതോടെ 10 വർഷങ്ങൾക്കു ശേഷം കടലിൽ ആണ്ടുപോയ MH370 വിമാനത്തിന്റെ തിരച്ചിലിന് വീണ്ടും ജീവൻ വെക്കുകയാണ്. കോലാലംപൂർ വിമാനത്താവളത്തിൽ നിന്ന് പറന്നു പൊങ്ങിയ ആ വിമാനത്തിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിന്റെ ദുരൂഹതയുടെ ചുരുൾ അഴിക്കാനാണ് ഇപ്പോൾ മലേഷ്യൻ സർക്കാർ ശ്രമിക്കുന്നത്.